തൊട്ടു മുന്നിലത്തെ ഇരുണ്ട കാലത്ത് നിന്ന് നാട് വെളിച്ചത്തിലേക്ക് കടന്ന കാലമാണ്. നമസ്കാരം. അവസാനം നമ്മുടെ പ്രിയങ്കരിയായ ശൈല ടീച്ചർക്കും ആ മാൻഡ്രേക്ക് എഫക്റ്റ് വരാൻ പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ് എനിക്കുള്ളത്. മുമ്പൊക്കെ 2016 മുതൽ 2021 വരെ ശൈല ടീച്ചറുടെ പേര് കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. ഏത് സമയത്തും ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടും, ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടും. ഓരോ മെഡിക്കൽ കോളേജിലേക്ക് പോകും, അല്ലെങ്കിൽ നിപ്പ പ്രശ്നം തീർക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മുടെ കോവിഡിൻ്റെ കാര്യത്തിൽ ഓടി നടക്കും. എവിടെ നോക്കിയാലും നമ്മുടെ ശൈല ടീച്ചർ ചെയ്യുന്നു. ആ ശൈല ടീച്ചറുടെ പ്രവർത്തനത്തിൽ വിജയിച്ചിട്ടുണ്ടോ, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർ കിറ്റും അതുപോലെയുള്ള സാധനങ്ങൾക്ക് മേടിക്കുന്നതിൽ കോടികളെ തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം സത്യം. അത് പല കമ്പനികൾക്കും അന്ന് അവർ എന്ത് കൊടുത്തു, ടെൻഡറൊന്നുമില്ലാതെ ഇഷ്ടപ്രകാരം ഓർഡർ കൊടുത്തു. പക്ഷെ അത് കൊടുത്തത് പിണറായി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കൂടെ കോടികൾ അടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ശരിയായ റിപ്പോർട്ട് ഇന്നലെ നമ്മുടെ മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ 50 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അവരെ പറ്റി പറയുന്നത്. വീണ ജോർജിനോട് ചോദിച്ചാൽ അത് 2016 മുതൽ 2021 വരെയല്ലേ ഞാൻ അല്ലല്ലോ ചെയ്തതെന്ന് പറയും. പക്ഷേ അതിനകത്ത് കൃത്യമായി കേരള മെഡിക്കൽ കോർപ്പറേഷനുമായുള്ള ബന്ധപ്പെട്ട കാര്യത്തിൽ ആർക്ക് ബന്ധമുണ്ട്? വീണ ജോർജിന് ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്ത് മരുന്ന് കംപ്ലീറ്റ് വാങ്ങുന്നത്, പഴയ മരുന്ന് വാങ്ങുക, കൊണ്ടിടുക, കത്തിക്കുക, അതൊക്കെ പരിപാടിയായിരുന്നു. അതിലൂടെ കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളാണ് വീണ ജോർജ് എന്ന് തെളിവുകൾ ചെറിയ മുമ്പ് പ്രസിദ്ധീകരിച്ചുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ശൈല ടീച്ചറെ പറ്റി പറയുന്നവരും നമ്മൾ കുഴലൂത്തുകാരിയെ കുറിച്ച് നമ്മൾ മിണ്ടണ്ട. കാരണം പിണറായി വിജയനെ കുഴലൂത്ത് നടത്തിയിട്ടാണ് ശൈല ടീച്ചറെ വെട്ടിയിട്ട് അവർ ആരോഗ്യമന്ത്രി ചെയ്തതെന്ന് അറിയാം. ഇത്രയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഒരു ആരോഗ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അവർ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാൽ ഇല്ലെങ്കിൽ ഒരു ടീച്ചറമ്മയായിരുന്നു, ആരോഗ്യമ്മയായിരുന്നു അവർ എന്നുള്ള കാര്യം സംശയം. എവിടെ പോയാലും മാന്യമായ പെരുമാറ്റമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത്ര ഓടിച്ചാടി നടന്നിരുന്നു. പല കാര്യങ്ങളെ അവർ ഇടപെടൽ ഫലപ്രാപ്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് പിണറായിക്ക് ഹാലിളക്കിയത്. തന്നെക്കാൾ തലേന് മുകളിൽ സ്വർണം വായിക്കുന്ന മരമാണെങ്കിലും വെട്ടിമാറ്റണമെന്നാണ് ചൊല്ല്. അത് പറയാം. പിണറായിക്കാൾ വലിയ പൊസിഷനിലേക്ക് അവർ പോകുന്നുവെന്ന് കണ്ടപ്പോൾ, അടുത്ത മുഖ്യമന്ത്രിയിലേക്കുള്ള നോട്ടമാണ് ശൈല ടീച്ചർക്കെന്ന് കണ്ടപ്പോൾ ഒറ്റ വെട്ട്. എങ്ങനെ വെട്ടി? അവർ 2021 ഇലക്ഷനിൽ മട്ടന്നൂരിൽ നിന്ന് 60,000 വോട്ടാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പിണറായിക്കോ 52,000. ഇതിലപ്പുറം ദേഷ്യം പിടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? പിണറായിനെക്കാട്ടും വലിയ ഭൂരിപക്ഷം കിട്ടേ. എന്താ കഥ? ശിവ. കാരണം 8,000 വോട്ടിൻ്റെ ലീഡ് ആർക്ക്? ആരോഗ്യമന്ത്രി ശൈല ടീച്ചർക്ക്. പിന്നെ ലീസ്റ്റൊക്കെ വന്നു മന്ത്രിമാരൊക്കെ നിശ്ചയിച്ചപ്പം, ജാതകമൊക്കെ നോക്കിയപ്പം അവിടെ ഇപ്പുറത്ത് കയറി നിൽക്കുന്ന ആള് ശുക്രനുള്ള ആളാണ്. ശുക്രൻ തെളിഞ്ഞു കാണുന്നുണ്ട്. അവരിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പദം തെളിക്കുന്ന ഏതോ ജ്യോത്സ്യം പറഞ്ഞെടുത്തു. ലീസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യം വെട്ടിയത് ശൈല ടീച്ചറെയാണ്. അവിടെ ആരെയാ കയറ്റി വെച്ചത്? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, കേരളത്തെ ആരോഗ്യമേഖലയെ ഇല്ലാതാക്കി നശിപ്പിച്ച നമ്മുടെ വീണ ജോർജിനെയാണ് അവിടെ കൊണ്ടുവച്ചത്. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധമയായ സ്ത്രീയാണ്. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം വീണ ജോർജാണ്. ആ വീണ ജോർജ് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി കാണിച്ച 4 പാവം KC വിദ്യാർത്ഥികളെ ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് കഥയുണ്ടാക്കി അവർ എവിടെ വെട്ടേറ്റു, കായ്ക്ക് ഇടിയേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അദൃശ്യമായ ശക്തിയുള്ള ആൾക്കാരാണ് KCൻ്റെ ആൾക്കാരെന്ന് കണ്ടെത്തി അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവർ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ MN ഷംസീർ സ്പീക്കർ തന്നെ എല്ലാം ഏർപ്പാട് ചെയ്തു. പിണറായി എത്തി. അങ്ങനെ വലിയ പ്രചരണമായി. പൊട്ടിപ്പൊളിഞ്ഞു പോയി. അവസാനം പുലർക്കാലത്ത് 4 മണിക്ക് അവർ കൊല്ലാൻ പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ CPM ഒരു രക്തസാക്ഷിനെ കൂടി സൃഷ്ടിക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജീവനും കൊണ്ടേ. നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം വ്യാജമായി കഥയുണ്ടാക്കി അതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചത്. നമുക്കറിയാം അതൊരു കൊലപാതകമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മുടെ ശൈല ടീച്ചറെ വെട്ടിമാറ്റി മന്ത്രിയല്ലാതാക്കി. അപ്പോൾ മന്ത്രി ഇവർക്ക് വലിയ പബ്ലിസിറ്റി ആണല്ലോ. നമുക്കറിയാം കേരളത്തിൽ എവിടെ നോക്കിയാലും ആരോഗ്യമന്ത്രി ശൈല ടീച്ചറുടെ പബ്ലിസിറ്റി വലുതാണ്. അതുകൊണ്ട് അവരെ ഒരു പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ തവണ വടകരയിൽ കൊണ്ടിട്ടത്. ഷാഫി പറമ്പിൽ വന്നു. ഇതിനെ കൂടെ പിണറായിൻ്റെ വക പാർട്ടിക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു.
അവരെ മാക്സിമം തോൽപ്പിക്കാനുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാഫിർ ഷോട്ടും മറ്റേ ഷോട്ടും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ശൈല ടീച്ചർ 8 നിലയിൽ പൊട്ടി. അതോടുകൂടിയിട്ട് അവരുടെ എന്ത് ഇല്ലാതെയായി, അവർ വലിയ ജനപിന്തുണയുള്ള നേതാവാണെന്നുള്ള ഖ്യാതി ഒന്നുമില്ലാതാക്കി. അവസാനം അഴിമതിയുടെ ആളാണ് ശൈല ടീച്ചർ എന്നുള്ള കഥയുണ്ടാക്കി. അത് ഇടയ്ക്കിടയ്ക്ക് ആര് പറയാറുണ്ട്, കത്രിക വെച്ചത് എൻ്റെ ഭരണകാലത്തല്ല, 2016 മുതൽ 2021 വരെയാണ് കത്രിക വെച്ചത്, എന്നെ പേര് കുറ്റം പറയല്ലേ എന്ന് കരയുന്ന ആരാണ്? നമ്മുടെ സാക്ഷാൽ ആരാണ്? വീണ ജോർജാണ് പറയുന്നത്. വീണ എന്തെങ്കിലും ആവട്ടെ, പിണറായിയുടെ മകളുടെ പേരും വീണ, മന്ത്രിയുടെ പേരും വീണ എന്ന് പറഞ്ഞത് ഈ തട്ടിപ്പുകാരികൾക്കെല്ലാം വീണ എന്നുള്ള പേര് ആരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും ആവട്ടെ, ഇപ്പോൾ ശൈലജ ടീച്ചറെ ഒരു പണി കൊടുക്കാൻ വേണ്ടി, പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി, മാൻഡ്രേക്ക് എഫക്റ്റ് കൃത്യമായി വരുത്താൻ വേണ്ടിയിട്ടാണ് പേരാവൂർ കൊണ്ടിട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 15,000-ൽ മേലെ ഭൂരിപക്ഷം അവിടെ യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടിട്ട് പരീക്ഷണം ധൈര്യം കാണിക്കട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മട്ടന്നൂരിൽ ജയിച്ച് കാണിച്ച വീരശൂര പരാക്രമി ആയ നമ്മുടെ ശൈലജ ടീച്ചർ ഒന്ന് ധൈര്യം കാണിക്കട്ടെ, വിജയിച്ച് കാണിക്കട്ടെ, മട്ടന്നൂരൊക്കെ ആരെ കുട്ടികൾക്ക് പോട്ടെ എന്ന് തീരുമാനിച്ച് എവിടെ കൊണ്ടിട്ടു? പേരാവൂർ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയിരിക്കുകയാണ്. ആ പോയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി കാണാൻ, ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ കൊടുത്തത്, ഫ്രണ്ടിൽ കൊടുത്തത്. നമുക്ക് പൂർണ്ണമായി ഒന്ന് കാണാം, അതിനുശേഷം പറയാം. മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ 10 വർഷത്തെ അനുഭവമെടുത്താൽ മറ്റൊരു കാര്യം കൂടി കാണാൻ നമുക്ക് കഴിയും. 2016-21 കാലം ഇവിടെ തൊട്ടു മുന്നിലത്തെ ഇരുണ്ട കാലത്ത് നിന്ന് നാട് വെളിച്ചത്തിലേക്ക് കടന്ന കാലമാണ്. ആ മാറ്റം നേരിട്ട് അനുഭവിച്ച ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു: നമ്മുടെ നാടിൻ്റെ ചരിത്രം ആവർത്തിക്കരുത്, അത് തിരുത്തേണ്ടതാണ്. ജനങ്ങളുടെ ബോധ്യത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് വന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ബോധ്യമനുസരിച്ച് നാടിന്റെ ചരിത്രം തിരുത്താൻ തയ്യാറായി. എന്തായിരുന്നു ചരിത്രം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഭരണകക്ഷി പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു ദീർഘകാലമായി കേരളത്തിൽ നടന്നു വന്നത്. ഇതിന്റെ ഫലമെന്താണ്? ഇത് നാടിന് വലിയ ദോഷം ചെയ്തു എന്നാണ് ജനങ്ങൾ കണ്ടത്. എങ്ങനെ? 2 മുന്നണികൾ, LDF-ഉം UDF-ഉം. LDF നാടിനോട് പ്രതിബദ്ധത, ജനക്ഷേമത്തിൽ താല്പര്യം, നാടിനെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നു. LDF ഏതെല്ലാം ഘട്ടത്തിൽ അധികാരത്തിലുണ്ടായോ അപ്പോഴൊക്കെ നാടിൻ്റെ ഏറ്റവും നല്ല ഘട്ടം, നല്ല രീതിയിൽ
നാട് വികസിച്ചു, വിവിധ മേഖലകളിൽ പുരോഗതിയുണ്ടായി, നാടിനു വേണ്ട പുതിയ പദ്ധതികൾ ഏറ്റെടുത്തു, ഒരുപാട് ജനക്ഷേമ കാര്യങ്ങൾ നിർവഹിച്ചു. വികസനവും ജനക്ഷേമവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഇതൊക്കെ LDFന്റെ പ്രത്യേകത. എന്നാൽ അങ്ങനെ വികാസം പ്രാപിച്ച നാട് ഓരോ ഘട്ടത്തിലും തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന UDF സർക്കാർ വികസനത്തിൽ എത്തി നിൽക്കുന്നിടത്ത് നിന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല. LDF എങ്ങനെയാണ് നാടിനെ വികസനത്തിലേക്ക് നയിച്ചത്? നാടിനോട് പ്രതിബദ്ധത, അതാണ് കാര്യം. അത് LDFന് വേണ്ടതിലധികമുണ്ട്. പക്ഷേ UDF നാടിനോട് പ്രതിബദ്ധതയില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. ആ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ അഴിമതിയും കെടുകാര്യസ്ഥയും വന്നു. നാടിൻ്റെ ഓരോ മേഖലയും മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടായി. പലതും തകർന്നു, ചിലത് വല്ലാതെ പുറകോട്ട് പോയി, ചിലത് പൂർണ്ണമായി മരവിച്ചു കിടന്നു. മൊത്തത്തിൽ നാടിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു, വല്ലാതെ പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ മൂർധന്യ ദശയാണ് 2011-16 കാലത്തുണ്ടായി. ഇതനുഭവിച്ച ജനങ്ങൾ 2016 മുതൽ 2021 വരെയുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ നാടിൻ്റെ വിവിധ മേഖലകളിൽ വന്ന മാറ്റം, ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പായത്, അതെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ട് ഇനി പഴയ ചരിത്രം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നത്. ആ തുടർഭരണം അനുവദിച്ചത്, നാടിന്റെ ചരിത്രം തിരുത്തിയത് ശരിയായോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? മാൻഡ്രേക്ക് എഫക്റ്റ് അവിടെ വരാൻ പോകുന്നു, തീർന്നു നമ്മുടെ നമ്മുടെ ശൈല ടീച്ചർ. കാരണം പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ശൈല ടീച്ചറെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൈ പിടിച്ചുയർത്തിയെന്ന് പറഞ്ഞാൽ മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് വന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയ പ്രളയം, അവിടെ പോയാൽ ഭൂകമ്പം, ദുബായിൽ പോയ പ്രളയം എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും കുഴപ്പമില്ല. കേരളത്തിൽ ഭരണം കിട്ടിയവിടെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, ഇവിടെ മഹാമാരികൾ ഉണ്ടായി, ദുരന്തങ്ങൾ മാത്രമാണ്. അദ്ദേഹം എവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അവർക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. നമുക്കറിയാം, നമ്മളെ നാഷണൽ ഹൈവേ ഒരു യാത്ര ചെയ്ത അപ്പം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പരിപാടിയാണ് കേരളത്തിലുണ്ടായത്. പിണറായി വിജയൻ എവിടെ തൊട്ടാലും അതേപോലുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് കല്ലിടൽ കർമ്മങ്ങളാണ്, ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും കൈ പിടിച്ച ബൊക്കയോട് കൂടിയിട്ട് നമ്മുടെ ശൈല ടീച്ചറുടെ കഥ കഴിഞ്ഞു. മാത്രമല്ല ഒരു സ്ഥലത്തും അദ്ദേഹം വിജയിപ്പിക്കാൻ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം തോൽപ്പിക്കും. ഇതോടുകൂടി ശൈല ടീച്ചർ തീർന്നു. ശൈല ടീച്ചറെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് ആര്? പിണറായി വിജയൻ. അതായത് ദയനീയമായുള്ള തോൽവിക്ക് ഇനി മേലിൽ പിണറായിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ തകർത്തു കളയാനുള്ള ഏർപ്പാടാണ്
പേരാവൂരിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന അടുത്ത മന്ത്രിയാകാൻ പോകുന്ന UDF നിന്ന് മന്ത്രിയാകാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതോടുകൂടിയിട്ട് തീർന്നിരിക്കുന്നു ശൈലജ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കൃത്യമായി പറഞ്ഞാൽ ശൈലജ ടീച്ചറെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്ന. നാണം കെട്ട തോൽവി ഉണ്ടാവണം. അങ്ങനെ അവർക്ക് വലിയ ജനപിന്തുണയുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിയ അല്ല, നേരിട്ട് തെളിയിച്ചാണല്ലോ മട്ടന്നൂർ. ഇനി അങ്ങനെ ഒരു ലൈഫിൽ ഉണ്ടാവില്ല. പിണറായിക്ക് എന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നില്ലേ അല്ല, ഇവിടെ ഞാൻ ജയിച്ചാലും വേണ്ടില്ല ജയിച്ചാലും വേണ്ടില്ല, അവിടെ ശൈലജ ടീച്ചർ തോൽക്കണം എന്നുള്ളത് പേര് അവർ കൊണ്ടിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ഇതോടുകൂടി ശൈലജ ടീച്ചറുടെ കഥ കഴിഞ്ഞു, അല്ലെ കഥ കഴിച്ചു നമുക്ക് തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.